നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജനറേറ്റർ വെച്ചു കൊടുക്കാം. സ്വന്തം ഭാര്യയുടെ മുറിയിൽ കാറ്റുമില്ല വെളിച്ചമില്ല. നീ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലതേ. ഇങ്ങോട്ടേക്ക് കണക്ഷൻ എടുക്കാൻ പറ്റാത്തതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ. ഇന്നും അത് തന്നെയായിരിക്കും അവസ്ഥ. എനിക്കറിയാം. ഇന്നലെ നിങ്ങൾ കറണ്ട് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. ഇന്നും ചിലപ്പോൾ മുകളിലേക്കുള്ള പൈപ്പ് ലൈനും സാങ്കേതിക കാരണം പറഞ്ഞ് കട്ട് ചെയ്യും. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കുളിച്ചത്. അതെ, കറണ്ട് ഇല്ലാത്തോണ്ട് ഉറങ്ങില്ലെന്നല്ലേ ഉള്ളൂ. വെള്ളവും നിഷേധിച്ചാലോ? ഞാൻ നിന്നോട് തർക്കിക്കാനില്ല. നീ മോന്റെ കാര്യം നോക്ക്, ഞാനൊന്ന് കുളിക്കട്ടെ. അതെ, എന്തിനാ കുളിക്കാൻ മാത്രം ഇങ്ങോട്ട് വന്നത്? അതും താഴെ തന്നെ ആവായിരുന്നില്ലേ? അതെ, നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലാവും. നിങ്ങൾക്കിപ്പോ എല്ലാ കാര്യത്തിലും അനുവദിച്ച് മതിയല്ലോ. ദയേ, നീ വെറുതെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇവിടെ സീൻ ഉണ്ടാക്കല്ലേ. ഞാനാണല്ലോ സീൻ ഉണ്ടാക്കുന്നേ. കാണാൻ പാടില്ലാത്ത പല സീനും ഞാനിവിടെ കണ്ടോണ്ടിരിക്കുക. സ്വന്തം ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ച് വേറെ ചിലരെ അത്താഴ ഊട്ടാൻ പോലും മടിക്കാത്ത ആളല്ലേ നിങ്ങള്? അതെ, അശോകേട്ടൻ ഗൾഫിൽ പോയത് അനുദീച്ച് നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണോ? ആണോന്ന്? ദയേ, സൂക്ഷിച്ച് സംസാരിക്കണം. നീ സൂക്ഷിച്ച് സംസാരിക്കേണ്ടത് നിങ്ങളാ. താലി കെട്ടിയ സ്വന്തം ഭാര്യ ഇവിടെ ഉള്ളപ്പോ ആ സ്ഥാനവും പദവിയും സ്നേഹമൊക്കെ ഏട്ടന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന നിങ്ങള്. നിങ്ങളുടെ അച്ഛനും ഇതിനെല്ലാം കൂട്ടാ. മൂത്ത മകൻ ഗൾഫിൽ ഗതിയില്ലാതെ നിൽക്കുന്നത് കൊണ്ട് അനുദീച്ചെ കൂടി നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കൂ നിങ്ങളുടെ അച്ഛൻ. എന്നെ കുറിച്ചും അനുദീച്ചെ കുറിച്ചും പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു. അത് നിന്റെ വിവരക്കേടോ നെറികേടോ ആയിട്ട് ഞാൻ കണ്ടോളാം. പക്ഷേ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, വെച്ചു പൊറപ്പിക്കില്ല ഞാൻ.